നാദേന്ദ്രിയം രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഹോ ഒന്ന് പയ്യപ്പുറത്തെണ്ടി മുന്നിൽ നടക്കുന്നവനോടായി രാഹു പറഞ്ഞു. എന്നാൽ അതിനോട് രണ്ടു വാക്കൊന്നും മിണ്ടാൻ പറ്റില്ല. അതിന് മുന്നേ വിളിച്ചില്ല കാലൻ. എന്നാലും ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. എന്താ ഭാവം, എന്താ നോട്ടം, എന്താ ശരീരം. അത് പറഞ്ഞ അടുത്ത നിമിഷം മേഘം നടത്തം നിർത്തി അവനെ തുറിച്ചു നോക്കി. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ശരീരം എന്നല്ല, ശാരീരം എന്നാ. അവനെ നോട്ടം കണ്ടതും പെട്ടെന്ന് പറഞ്ഞു. ഒരു 100 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വഴിയിലൂടെ പോകുന്ന പെൺപിള്ളേരെ പറ്റി എന്നോട് വിവരിക്കാൻ നിൽക്കരുതെന്ന്. അവൻ രാഹുലിനെ നേരെ ചൂണ്ടുവിലെത്തിക്കൊണ്ട് പറഞ്ഞു. இந்த ஆளை எப்பவுமே இப்படிதான் தம்பரா, இந்த ஆளை பயந்து ഒരു പൊണ്ണു പോലും നമ്മ ബസ്സിൽ കയറ മാട്ടാങ്ക. മണി രാഹുലിനെ കാണിച്ചുകൊണ്ട് മേഘനോട് പരാതി പറഞ്ഞു. ഓ ഇല്ലെങ്കിൽ ഇപ്പൊ കുറെ കയറിയേനെ. രാഹു ആരോടുന്നില്ല പിറുവിറുത്തു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്നെ ഈ കലാക്ഷേത്രയുടെ ഏഴേലത്ത് കണ്ടുപോരുത്. ഇവിടെ എങ്ങാൻ കൊക്കിച്ചകഞ്ഞ് നടക്കുന്ന ഞാൻ കണ്ട പൊന്നുമോനെ രാഹു, നിന്റെ പപ്പും കൂടെ ഞാൻ പറിക്കും. അവൻ രാഹുവിനെ തനിക്ക് നേരെ തിരിച്ചെത്തിക്കൊണ്ട് പറഞ്ഞു. അതെങ്ങനെ ശരിയാവും? അപ്പൊ പെൺകുച്ചി മര്യാദ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോന്ന് അറിയണ്ടേ? അത് ഞാൻ ഒറ്റക്ക് അറിഞ്ഞോളാം. എന്റെ വാലയിൽ തൂങ്ങി രാവിലെ തന്നെ തുണി മാറി സ്പ്രേ അടിച്ച് എന്റെ കൂടെ ചാടി ഇറങ്ങണമെന്നാ ഞാൻ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ അവളെ വളക്കൂടാ. തൽക്കാലം മോൻ അതിനെ വളക്കണ്ട. അല്ലാതെ തന്നെ ഒരുപാട് ഗോപികമാരില്ലേ, അതിനെയൊക്കെ വെച്ച് തൃപ്തിപ്പെടുക. അയ്യേ, അവരെ പോലെയാണ് ഇത്. എടാ CF-ലുള്ള പാലിന് ഫ്ലൂറസെന്റ് വാങ്ങുമോ? ആ മേഘനടുത്തേക്ക് നീങ്ങുന്നോണ്ട് അവന്റെ ഷർട്ടിന്റെ ബട്ടൺസിൽ പിടിച്ച് കറക്കിക്കൊണ്ട് നാണത്തോടെ ചോദിച്ചു. നീ ഇപ്പൊ തൽക്കാലം ആ ഫ്ലൂറസെന്റ് കത്തിച്ച് നടന്നാ മതി. മേഘൻ അവന്റെ കൈ തട്ടി മാറ്റി പറയുന്നതിനൊപ്പം തന്റെ വണ്ടിയിലേക്ക് കയറിയിരുന്നു. കുട്ടി നന്നായിട്ട് കളിച്ചുട്ടോ. സുഭദ്ര തമ്പുരാട്ടിയേക്കാൾ ഒരു പടി മുന്നിട്ട് നിന്നെങ്കിലേ ഉള്ളൂ. അതല്ലേ മൈക്കുഞ്ഞ് ഒന്നും പറയാതെ പോയത്. ഇല്ലെങ്കിൽ അത് കളിച്ച് മുഴുമിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. അതിനു മുന്നേ തന്നെ നിർത്താൻ പറഞ്ഞാലേ തമ്പുരാൻ കുഞ്ഞ്. ഇതിപ്പോ ആൾക്ക് നല്ല ബോധിച്ച മട്ടുണ്ട്. അയാൾ ഒരു ചിരിയോട് അവളോട് പറഞ്ഞുകൊണ്ട് അവൾക്കൊപ്പം നടന്നു. അവൾ അതിനൊന്ന് ചിരിച്ചു. നാളെ രാവിലെ 6 മണിക്ക് തന്നെ വന്നേക്കണേ കുട്ടി. ആളോട് 6 മണിയെന്ന് പറഞ്ഞിട്ട് 1-2 മിനിറ്റ് മാറിയാ പിന്നെ അടുത്ത കൃത്യനിഷ്ഠല്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുക. വെറുതെ നമ്മളായിട്ട് എന്തിനാ ഓരോന്നിനും ഇടം കൊടുക്കുന്നത്. അയാൾ അവളെ നോക്കി പറഞ്ഞു. ഞാൻ കൃത്യസമയത്തിന് വരും മാധവേട്ട. കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ എനിക്കൊത്തിരി നിർബന്ധമുള്ള കൂട്ടത്തിലാ. അവൾ നടത്തു നിർത്തി തോളിലെ ബാഗ് ഒന്ന് പിടിച്ചുകൊണ്ട് അയാളെ നോക്കി ചിരിയോടെ പറഞ്ഞു. ആ അത് നന്നായി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോവാ. നാളെ നേരത്തെ അങ്ങോട്ട് എത്തിക്കോളാം ഞാൻ. അയാൾ അവളോട് പറഞ്ഞു. അവൾ അതിനൊന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി കാണിച്ചു. അയാൾ കമ്മിറ്റി ഓഫീസിനകത്തേക്ക് കയറിപ്പോന്ന് നോക്കിക്കൊണ്ട് അവൾ മുന്നിലേക്ക് നടന്നു. നടന്ന് അമ്പലത്തിന്റെ വഴി കഴിഞ്ഞ് പെരുന്തോടും കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് നടന്നവൾ കാണുന്നു റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന താറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് തന്നെ നോക്കുന്നവനെയാണ്. അവനെ അവിടെ കണ്ടതും ആളൊന്ന് സംശയത്തോടെ നെറ്റി വിളിച്ചു. എങ്കിലും അത് കാര്യമാക്കാൻ മുന്നിലേക്ക് തന്നെ നടന്നു. ഇതിപ്പോ എന്തിനാണോ നീ പേടക ഇവിടെ തളച്ചിട്ടിരിക്കുന്നത്? എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യ. ഇങ്ങനെ മേടിച്ചിരിക്കാണ്ട് വണ്ടി ഇരിക്കണം നാറി. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മുന്നിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നവനെ നോക്കിക്കൊണ്ട് രാഹു പറഞ്ഞു. പക്ഷെ അവന്റെ കണ്ണുകൾ അത്രയും തനിക്ക് മുന്നിലായി കാണുന്ന കാഴ്ചയിൽ തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ്. ഡാ മണിയാ. അവൻ അവളിൽ നിന്ന് ദൃഷ്ടി മാറ്റാതെ പുറകിലിരിക്കുന്ന മണിയനെ വിളിച്ചു. ഓ ബ്രാ. അവൻ പെട്ടെന്ന് തന്നെ വിളി കേട്ടു. നീ അന്ന് എന്തോ പേര് പറഞ്ഞല്ലോ, എന്തായിരുന്നു അത്? അവൻ അടിവെച്ച് നടന്നു വരുന്നവളെ തന്നെ നോക്കിക്കൊണ്ട് മണിയനോട് തിരക്കി. എന്നെ പേര് തമ്പ്ര. അന്ന് നീ പത്രത്തിൽ നിന്റെ ശോഭനമ്മയുടെ ഫോട്ടോ കണ്ടിട്ടെന്നോ പറഞ്ഞില്ലേ, എന്തായിരുന്നു അത്? അവൻ കൂടുതൽ വ്യക്തമാക്കി. ഞാൻ എന്നെ സൊന്നെ. അവൻ താടിയിൽ കൈവച്ച് ആലോചിച്ചു. ശരിക്കൊന്ന് ആലോചിക്കടാ തൊലിയാർ മണിയാ. അവൻ പറഞ്ഞുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ചാടി ഇറങ്ങി തനിക്കടുത്ത് നടന്നെത്താറായവളെ നോക്കിക്കൊണ്ട് മണിയനോട് പറഞ്ഞു. ഏത് ഫോട്ടോ, ഏത് ശോഭനമ്മ? രാഹുവിനോട് ചോദിച്ചുകൊണ്ട് അവനൊപ്പം പുറത്തേക്ക് ഇറങ്ങിയെന്ന് കാണുന്നത് എതിർദിശയിൽ തങ്ങൾക്കരികിലേക്ക് നടന്നെടുക്കുന്നവളെയാണ്. അത് കണ്ടത് അവന്റെ കണ്ണൊന്ന് വിടർന്നു. നിനക്ക് എന്നോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞ്. യു ആർ ദി ഗ്രേറ്റ് അളിയ, ഗ്രേറ്റ് ഗ്രേറ്റ്. അവൻ മേഘനെ ഒന്ന് വട്ടം കെട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങോട്ട് മാറിക്കണം നാറി. അവൻ തന്നെ വട്ടം കെട്ടി പിടിച്ചിരുന്നവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു. തമ്പ്ര കേടച്ചിരിച്ചു തമ്പ്ര പറഞ്ഞുകൊണ്ട് മണിയെ മേഘനടുത്തേക്ക് വന്നു. ബൊമ്മി. അവൻ മേഘന്റെ അടുത്ത് വന്ന് ചിരിയോടെ പറഞ്ഞു. ബൊമ്മി. മുന്നിൽ കാണുന്നവളിൽ നിന്ന് ദൃഷ്ടി മാറ്റാതെ അവന്റെ അധരം ഒഴിഞ്ഞു. ബൊമ്മിയാ? അതെന്തോന്ന്? രാഘവനെ നോക്കി ചോദിച്ചു. മേഘന അവന്റെ ചോദ്യം അവഗണിച്ചുകൊണ്ട് ബോണ്ടിൽ കയറിയിരുന്നു തനിക്കരികിലേക്ക് വരുന്നവളെ നോക്കിയിരുന്നു. അവൾ അടുത്തേക്ക് എത്താറായതു. മണിയാ. ആ വിളി എന്തിനാണെന്ന് മനസ്സിലാക്കിയ പോലെ മണി രാഹുവിനെ വിളിച്ചുകൊണ്ട് അവിടുന്ന് മാറിയിരുന്നു. വീട്ടറ, ഞാൻ വന്നോളാം. അവൻ തന്നെ വട്ടം പിടിച്ച് വെച്ചിറക്കുന്നവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ചൊടിയോടെ പറഞ്ഞ് അവിടെയുള്ള കലിങ്ങിൽ പോയിരുന്നു. ഇയാളിത് എന്തിനുള്ള പുറപ്പാടെന്റെ ദേവി? അവൾ തന്നെ നോക്കി ബോണ്ടിൽ കയറിയിരിക്കുന്നവരെ നോക്കിക്കൊണ്ട് സ്വയം ചോദിച്ചു. പിന്നെ അവനെ മൈൻഡാക്കാൻ നടന്നു പോകാൻ തന്നെ തീരുമാനിച്ചു. ടീച്ചറൊന്ന് അവിടെ നിന്നേ. തന്നെ അവഗണിച്ചുകൊണ്ട് നടന്നു പോകുന്നവളെ നോക്കി അവൻ വിളിച്ചു പറഞ്ഞു.
അത് കേട്ടതും അവൾ അവിടെ നിന്നുകൊണ്ട് അവനെ തിരിഞ്ഞു നോക്കി. അവൻ അവളെ നോക്കി മനോഹരമായി ഒന്ന് ചിരിക്കുന്നതിനോടൊപ്പം ബോണ്ടിൽ നിന്ന് ചാടിയിറങ്ങിക്കൊണ്ട് അവൾക്ക് മുമ്പിൽ വന്നു നിന്നു. അപ്പൊ ചന്ദ്രമംഗലത്തെ ചെറിയമ്പ്രാന് പെൺകുട്ടിയുടെ വഴിയടന ശീലമുണ്ടോ? അവൾ തനിക്ക് മുമ്പിൽ ചിരിയോടെ നിൽക്കുന്നവനെന്ന് ചോദിച്ചു. അതിന് ഞാനിവിടെ പെൺകുട്ടികളൊന്നും കാണുന്നില്ലല്ലോ ടീച്ചറെ. അവൻ അവളെ നോക്കി അതേ ചിരിയോടെ മറുപടി നൽകി. അത് കേട്ടത് അവനെ കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് വഴിമാറി നടക്കാനൊരുങ്ങി. പോവല്ലേ ടീച്ചറെ, ഞാൻ പറയട്ടെ. അവൻ ആൾക്ക് മുമ്പിൽ കയറി അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്താ ഇയാൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വേഗം പറയും, എനിക്ക് പോണം. അവളെ നോക്കി ഈർഷ്യയോടെ പറഞ്ഞു. എങ്ങനെ ചൂടാവാതെ എൻ്റെ ടീച്ചറമ്മേ, ഞാൻ പറയട്ടേന്നേ. സത്യം പറയാലോ, ടീച്ചറുടെ ഡാൻസ് തീരെ പോരായിരുന്നു. പാട്ട് പിന്നെയും തരക്കേടില്ല. ഈ കലാമണ്ഡലത്തിലൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞ ഉള്ളതാണോ ടീച്ചറെ? അവൻ മുന്നിൽ നിൽക്കുന്നവരുടെ മുഖത്തേക്ക് ഇരച്ചേർന്ന കോപാസ്വദിച്ചുകൊണ്ട് ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ ചോദിച്ചു. അവൾ അതിനൊന്ന് അവനെ കൂർപ്പിച്ച് നോക്കി. എന്നിട്ട് ഇയാൾ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞു? അവൾ അവനെ നോക്കി കൈകെട്ടിന്നോട് ചോദിച്ചു. അതിന് ഞാനെന്താ പറഞ്ഞു? കൊള്ളാം, തരക്കേടില്ലെന്നല്ലേ, അല്ലാതെ നന്നായിരുന്നു ഞാൻ പറഞ്ഞില്ലല്ലോ ടീച്ചറമ്മേ. അവൻ അവളെ നോക്കി തന്റെ ചിരി ഒതുക്കിക്കൊണ്ട് ചോദിച്ചു. ടീച്ചറുടെ ചലനങ്ങളൊന്നും അത്ര പോരാ. കണ്ണെത്തുന്നിടത്ത് കൈയെത്തുന്നില്ല, കൈയെത്തുന്നിടത്ത് കാലുമെത്തുന്നില്ല. കലാമണ്ഡലത്തിലൊക്കെ പഠിച്ചിറങ്ങിയിട്ട് ഇങ്ങനെയാണോ കളിക്കുന്നത്? ഇതൊരുമാതിരി പങ്കായം കൊണ്ട് തുഴയും പോലെ 2 തുഴയിലും തത്തവും പത്തവും പറഞ്ഞ് 2 ചവിട്ടും 4 കുത്തും, പിന്നെ ആ യക്ഷി കണ്ണുരുട്ടിയുള്ള നോട്ടവും. കാര്യം കഴിഞ്ഞു. അവൻ ആരോടെന്നില്ല പറഞ്ഞുകൊണ്ട് ഉടുത്തിരുന്ന മുണ്ട് ഒന്നുകൂടി മടക്കി കുത്തി. ഇവനിത് എന്താണ് അതിനോട് പറയുന്നേ? ഒന്നും അങ്ങോട്ട് കേൾക്കുന്നില്ലല്ലോ. രാഹു അടുത്തുനിന്ന മണിയനോട് ചോദിച്ചു. അന്ത അമ്മാവോടെ മുഖത്തെ പാത്തിട്ട് എനിക്കെന്നെ മോ ശരിയാ പടലേ. മണിയൻ അവളുടെ കോപം കൊണ്ട് ചുവന്ന് ഉടുത്ത മുഖത്തേക്ക് നോക്കിക്കൊണ്ട് രാഹുവിനോടായി പറഞ്ഞു. മിക്കവാറും നിന്റെ തമ്പ്രാൻ അവളുടെ കയ്യിൽ നിന്ന് ഒത വാങ്ങുന്ന എല്ലാ ലക്ഷണവും ഞാൻ നോക്കിയിട്ട് കാണുന്നുണ്ട്. രാഹു അവരിൽ നിന്ന് മിഴിമാറ്റാതെ അവനോടായി പറഞ്ഞു. എന്നാ പിന്നെ ഇയാൾക്ക് തന്നെ പറഞ്ഞു കൊടുത്താൽ പോരായിരുന്നു? ഇത് പശു തിന്നിയല്ലേ തീറ്റിക്കലെന്ന് വെച്ചാ? അവൾ തനിക്ക് മുമ്പിൽ സിരിയോടെ നിൽക്കുന്നവന് നേർക്ക് ചൊടിച്ചു. അയ്യോ, നമ്മള് പാവം കലാമണ്ഡലത്തിലൊന്നും പഠിച്ചതല്ലേ. പിന്നെ എനിക്ക് ഈ വക കാര്യത്തിലൊന്നും അത്ര അഭിരുചിയില്ലാന്ന് തന്നെ ടീച്ചറമ്മയും കൂട്ടിക്കോ. അവൻ വണ്ടിയിലേക്ക് ചാരി കൈകെട്ടിന്നുകൊണ്ട് അവളോട് പറഞ്ഞു. അത് ശരിയാ, ചന്ദ്രമംഗൽ തമ്പുരാൻ കുഞ്ഞിന്റെ അഭിരുചികളെ പറ്റിയൊക്കെ ഞാനും അറിഞ്ഞായിരുന്നു. അവൾ അവനെ നോക്കി കൈകൾ പിണച്ചേട്ടിക്കൊണ്ട് പറഞ്ഞു. ഈ നായരുടെ ഒരു കാര്യം, ഒറ്റ ദിവസം കൊണ്ട് എന്നെ പറ്റി നല്ല വിശദമായിട്ട് തന്നെ ക്ലാസ് എടുത്തു തന്നല്ലേ. അവൻ ചിരിയോട് അവൾ നോക്കി പറഞ്ഞു. ഞാൻ പറഞ്ഞു കേട്ടതിന് ചന്ദ്രമംഗലത്ത് മഹേശ്വര മേഘനാഥന് ഇങ്ങനെയൊരു സ്വഭാവം ഇല്ലായിരുന്നു. അവൾ തന്റെ വഴി അറിഞ്ഞു നിൽക്കുന്നവരെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു. ഇതുവരെ ഇല്ലാത്ത സ്വഭാവത്തിന് ടീച്ചർ കണ്ടെന്ന് വരും, ടീച്ചർ മാത്രം. അവനൊരു ഈണത്തിൽ പറഞ്ഞുകൊണ്ട് അവളെ നോക്കിയൊന്ന് കീഴ്ച്ചുകൊണ്ട് കടിച്ച് തന്റെ പതിവ് കള്ളച്ചിരി അങ്ങ് കാച്ചി. അവളത് ഇഷ്ടപ്പെടാത്ത പോലെ അവനിൽ നിന്ന് മുഖം തിരിച്ചു. ടീച്ചറോട് ആരെങ്കിലും പറഞ്ഞു കുറ്റിയും പറിച്ച് കൃത്യമായിട്ട് എന്നെ അണ്ണാക്കിലോട്ട് തന്നെ വന്നു കയറാൻ? ഈ ഭൂമിയിൽ വേറെ എത്ര സ്ഥലങ്ങളുണ്ടായിരുന്നു പോവാൻ. എന്നിട്ടും ടീച്ചർ വന്ന് ഈ മേഘനാഥന്റെ അടുത്തേക്കല്ലേ. അപ്പൊ ഇതുവരെ ഇല്ലാത്ത പല രീതികളും ടീച്ചർ കണ്ടെന്ന് വരും. അവൻ അവളെ നോക്കി താടി ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. എനിക്കൊന്നും കാണുകയും വേണ്ട കേൾക്കുകയും വേണ്ട. മേലിനി എന്റെ വഴിയറിയാൻ വന്നാലുണ്ടല്ലോ. ആൾ വിരൽ ചൂണ്ടിക്കൊണ്ട് അവനോട് ചൂടായി. വന്നാ? അവൻ അവൾ ചൂണ്ടിയ വിരലിലേക്ക് നോക്കി ചോദിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് അല്പം നീങ്ങി നിന്നു. വന്നാ ടീച്ചറമ്മ എന്തോ ചെയ്യും? അവൻ അവൾ ചൂണ്ടിയ വിരൽ അവന്റെ ചൂണ്ടുവിരൽ കൊണ്ട് താഴ്ത്തി അവളെ നോക്കി മീശ വിരിച്ചുകൊണ്ട് ചോദിച്ചു. അങ്ങോട്ട് മാറിന്നേ, ഇതെങ്ങോട്ട് ഈ തള്ളിക്കയറി വരുന്നത്? അവളൊരടി പുറകിലേക്ക് വെച്ചുകൊണ്ട് അവനോട് ദേഷ്യത്തിൽ പറഞ്ഞു. അവനത് കാര്യമാക്കാതെ സിരിയോട് അവൾക്കരികിലേക്ക് ഒരു ചുവടുകൂടി വെച്ചു. ഇവനിത് എന്തിനുള്ള പുറപ്പാടോ എന്റെ മുത്തപ്പോ? രാവ് മുന്നിലെ കാഴ്ചയിലേക്ക് നോക്കി കണ്ണു മിഴിച്ചുകൊണ്ട് സ്വയം പറഞ്ഞു. ഞാൻ ചോദിച്ച ടീച്ചറമ്മ കേട്ടില്ലായിരുന്നോ? ഞാൻ ഇനി ഇതുപോലെ നിന്റെ വഴിയടഞ്ഞ നീ എന്തോ ചെയ്യുന്നു? അവൻ അവളെ നോക്കി കളിയാക്കി സിരിയോട് ചോദിച്ചു. എന്റെ കൈയുടെ ചൂട് താൻ അറിയും. അവൾ അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. ഓഹോ, അത്ര കടുത്ത തീരുമാനങ്ങളൊക്കെ വേണോ ടീച്ചറമ്മേ? പിന്നീട് ദുഃഖിക്കേണ്ടി വരുവേ. അവനെ അവളെ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്കിങ്ങനെ നോക്കിയാലുണ്ടല്ലോ. അവൾ എന്നെ നോട്ടം ഇഷ്ടപ്പെടാതെ പറഞ്ഞു. ചേടാ, എന്റെ കണ്ണിനോട് എനിക്ക് പറയാൻ പറ്റുമോ നിന്നെ നോക്കണ്ടെന്ന്? അവൻ താടി കൈയെടുത്തുകൊണ്ട് പറഞ്ഞു. എന്നെ നോക്കണ്ട. അവൾ ചൊടിയോടെ പറഞ്ഞുകൊണ്ട് മുഖം വെട്ടിച്ച് മാറ്റി. ഇതിപ്പോ ടീച്ചർ വരുമ്പോ ഞാൻ കണ്ണുകെട്ടി നിൽക്കണം എന്നാണോ? അവൻ അവളെ നോക്കി താടിയിൽ കൈ താങ്ങിന്നുകൊണ്ട് അവളെ കളിയാക്കുന്ന പോലെ ചോദിച്ചു. എനിക്ക് പോണം. അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് നടന്നു നീങ്ങി. നീ ബൊമ്മി! അതിനടുത്ത നിമിഷം അവൻ അവളെ നോക്കി നീട്ടി വിളിച്ചു. അവൾ അവിടെ ഒരു നിമിഷം നിന്നു. ശേഷം അവളെ തന്നെയാണ് വിളിച്ചെന്ന് ഉറപ്പിക്കാൻ ചുറ്റിലും നോക്കി. നിന്നെ തന്നെയാ വിളിച്ചത്, ഇങ്ങോട്ട് നോക്കടി ബൊമ്മി! അവൻ വീണ്ടും വിളിച്ചു പറഞ്ഞു. അവൾ അവനെ ദേഷ്യത്തിൽ തിരിഞ്ഞു നോക്കി. നാളെ സമയത്തിന് എഴുന്നള്ളില്ലെങ്കിൽ
ഞാൻ നിന്നെ അതിന്റെ അകത്തേക്ക് കാലുകുത്തിക്കില്ല, പറഞ്ഞേക്കാം. അവൻ തന്നെ തുറിച്ചു നോക്കി നിൽക്കുന്നവളോടായി താടി ഒഴിഞ്ഞിട്ട് പറഞ്ഞു. ഇഡിയറ്റ്. ആൾ ആരും നോക്കി പല്ലടിച്ചു. അത് നിന്റെ തന്ത. അവൻ വണ്ടിയിലേക്ക് ചാരി കൈ കെട്ടിന്നുണ്ട് അവളെ നോക്കി പറഞ്ഞു. പോട പട്ടി. അവൾ അവരെ നോക്കി പറഞ്ഞു. ദേ. അവൻ ആക്രോശിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു. അവൾ വേഗം തിരിഞ്ഞടന്നു. ഡാ, നീ എന്തിനാണ് സാമദ്രോഹി? ആ പെൺകൊച്ചിനെ വഴി തടഞ്ഞിരുത്തി അതിന്റെ തന്തക്ക് വിളിച്ച്. രാഘവ് അവനിലേക്ക് വന്നുകൊണ്ട് തിരക്കി. അവൾക്ക് എന്നെ അത്ര ബഹുമാനം പോരാ, വരട്ടെ, ശരിയാക്കി കൊടുക്കാം. അവൻ ദൂരേക്ക് നടന്നവളെ നോക്കി വീശ വിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ, അതവൾ അവസാനം പട്ടീന്ന് അങ്ങ് നീട്ടി വിളിച്ചപ്പോ എനിക്ക് മനസ്സിലായി അവൾക്ക് നിന്നെ തീരെ ബഹുമാനില്ലാന്ന്. രാഘവ് അവനെ നോക്കി ചിരി നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ കൂടുതൽ കിണിക്കാണ്ട് വണ്ടി എടുക്കടാ. ഹോ, അലറൽ വീരന്റെ അലർച്ച തുടങ്ങി. അവൻ പറഞ്ഞുകൊണ്ട് ചെവിയിലൊന്ന് വിരട്ട് ഇറക്കി വേഗം വണ്ടിയിലേക്ക് കയറി. ഓ, തമ്പുരാട്ടിക്ക് ഇപ്പോഴായിരിക്കും നേരം വെളുത്ത്. നീ എന്താടി അടുക്കൽ കയറാതിരുന്ന്? ഇന്നലത്തെ അവന്റെ പ്രകടനം കണ്ട് ഞാൻ അങ്ങ് പേടിച്ചു എന്ന് കരുതിയോടി നീ? നന്ദയ്യ അവിടെ കൈത്തൊടയിൽ അമർത്തി പിടിച്ച് തനിക്കരിയിലേക്ക് വലിച്ചുകൊണ്ട് ചോദിച്ചു. അവൾക്ക് നന്നായി തന്നെ വേദനിച്ചു. ഇന്നലത്തെ അവന്റെ പ്രകടനം കണ്ട് പേടിച്ച് പതുങ്ങിയിരിക്കാനൊന്നും ഈ നന്ദയ്യയെ കിട്ടില്ല. നിന്നെ അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ പിഴച്ചതിനെ നോക്കാനായിരിക്കും. പക്ഷെ നീ ഇവിടുത്തെ ഉപ്പും ചോറ് നിന്ന് കഴിയുന്നിടത്തോളം കാലം നീ ഇവിടുത്തെ അടിമപ്പണി എടുത്തേ വെക്കൂ. അതവൻ അറിഞ്ഞു വേണോ അറിയാതെ വേണോ നീ തീരുമാനിച്ചോ? അവരവരുടെ കൈത്തൊടയിൽ അമർത്തി അവളെ കൂടുതൽ നോവിച്ചുകൊണ്ട് പറഞ്ഞു. എന്നോട് തമ്പുരാൻ കുഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഇനി മുതൽ കുഞ്ഞിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന്. അവൾ അവരെ നോക്കാതെ അവരെ കൈപിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, ഇതിനു മുമ്പ് അവൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ. അവരവളെ പിടിച്ചെളികൊണ്ട് പറഞ്ഞു. ഇതിനു മുമ്പത്തെ പോലെയല്ല, ഇനി ഇവിടുന്ന് അടുക്കള പണി എടുക്കണണ്ട, ഇനി ഇവിടുന്ന് പറഞ്ഞു വിടുന്ന കട്ടായം പറഞ്ഞു. അവളവരെ മുഖമുയർത്തി നോക്കാതെ പറഞ്ഞു. പറഞ്ഞു വിടുന്നെങ്കിൽ വിടട്ടെടി, എനിക്കെന്താ? നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞ എതിര് പറയാൻ നിൽക്കരുതെന്ന്. അവരവരുടെ കൈത്തൊടിയിൽ അമർത്തിപ്പിച്ച് അവളെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. അവൾ നിറഞ്ഞു വരുന്ന കണ്ണുകളെ പെയ്യാൻ അനുവദിക്കാതെ അവരുടെ കൈ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്താ അവിടെ ചോദിച്ചുകൊണ്ട് ശിവശങ്കരൻ തമ്പിയുടെ വേളിയും ഇന്ദ്രന്റെ മുത്തശ്ശിയുമായ സൗദാമിനി അടുക്കളയിലേക്ക് വന്നു. ഇവൾക്ക് ഇവിടുത്തെ പണിയെടുക്കാൻ വയ്യെന്ന്. ഇവിടെ ഒരു പണിയെടുക്കാതെ സുഖസുന്ദരായിട്ട് കഴിയണത്രേ ഇവൾക്ക്. ഇത്രയും നാളത്തെ പോലെയല്ല, നാക്ക് നല്ല പോലെ വളർന്നിട്ടുണ്ട്. അവര് പറഞ്ഞുകൊണ്ട് അവിടെ കവളിൽ നല്ലോണം വേദനിക്കുന്ന വിധത്തിലൊരു കുത്തുവെച്ച് കൊടുത്തു. അവൾ വീതുമ്പുന്ന ചുണ്ടുകളെ അടക്കി പിടിച്ചുകൊണ്ട് കവളിൽ കൈവച്ച് നിന്നു. നന്ദയ്ക്ക് പറഞ്ഞത് ശരിയാണോ? ഇവിടുത്തെ പണി ചെയ്യാൻ പറ്റില്ല എന്ന് നീ അവളോട് പറഞ്ഞോ? നന്ദയ്ക്ക് പറയുന്നിട്ടുണ്ട്. സൗദാമിനി അവളോട് ഗൗരവത്തോടെ തിരക്കി. അവൾ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുള്ളികളെ തുടച്ചു മാറ്റാതെ കവളിൽ കൈവച്ച് താഴേക്ക് നോക്കിയെന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. ചോദിച്ചേ കേട്ടില്ലേ നീ? അവരവളോട് കടുപ്പത്തിൽ ചോദിച്ചു. പറഞ്ഞു. അവൾ പെട്ടെന്ന് മറുപടി നൽകി. എന്താ, നിന്നെ ഇവിടുത്തെ തമ്പുരാട്ടിയായി വാഴിക്കാന്നോ മറ്റോ നിന്നോട് പറഞ്ഞായിരുന്നോ? അവർ തനിക്ക് മുന്നിൽ ശിരസ് ഉയർത്താൻ നിൽക്കുന്നവൾ നോക്കി പുച്ഛം നിറഞ്ഞ ചിരിയോടെ ചോദിച്ചു. അവൾ അരുതാത്ത എന്തോ കേട്ട പോലെ ഉള്ളിൽ നിന്ന് ഉയർന്നൊരു ഞെട്ടലോടെ അവരെ തല ഉയർത്തി നോക്കി. അരുതാത്തൊന്നും പറയലേ ഇല്ലത്തമ്മേ, ദൈവദോഷം ഉണ്ടാവും. കണ്ണുനീർ കിനിഞ്ഞൊഴുകുന്ന കണ്ണുകളാൽ അവൾ അവരോട് അപേക്ഷയുടെ രൂപത്തിൽ പറഞ്ഞു. നിനക്കൊക്കെ കാണിക്കാം, ഞങ്ങളൊന്നും പറയാൻ പാടില്ല. ഭാര്യ ഉപേക്ഷിച്ചു പോയ നാൽപ്പാട്ട ലക്ഷ്മണ ജിതേന്ദ്രൻ നിന്നെ വേളിയടിക്കാന്ന് വല്ല മോഹന വാഗ്ദാനങ്ങളും നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് മറന്നേക്കണം നീ. അങ്ങനെ പല വാഗ്ദാനങ്ങളും ഇവിടുത്തെ തമ്പുരാക്കന്മാർ പലർക്കും കൊടുത്ത ചരിത്രമുണ്ട്. പക്ഷേ അതെല്ലാം അവരുടെ കാര്യം കാണാൻ മാത്രമാണെന്ന് സാരം. സൗദാമിനിയുടെ വാക്കുകൾക്ക് മൂർച്ചയേറി. ഇവിടെ ഉള്ളവർക്ക് അകത്തൊരുവള് പുറത്ത് മറ്റൊരുവൾ, അങ്ങനെയാ വെപ്പ്. ഇന്ദ്ര ഇവിടുത്തെ ചോരയാ. അവന് നിന്നോട് മോഹം തോന്നിയാൽ അത് തെറ്റു പറയാൻ പറ്റില്ല. നോക്കിയും കണ്ടും നിന്നാ നിനക്ക് നന്ന്. ഇല്ലെങ്കിൽ ഇപ്പൊ കയ്യിലിരിക്കുന്നതിന് പോലെ ഒന്നിന് നീ ഇവിടുന്ന് പടിയിറങ്ങുന്നന്ന് വയറ്റിൽ പേരേണ്ടതായിട്ട് വരും. നന്ദി അവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. അവൾ വായുപുത്തി വിങ്ങിക്കരഞ്ഞു പോയി. കാര്യം ശരി, നീ ഇല്ലിക്കൽ കോവിലത്താണെങ്കിലും നിന്നെ ഇവിടുത്തെ മരുമകളായി വാഴിക്കാനൊന്നും കൊള്ളില്ല. അതിനുള്ള യോഗ്യത ഇപ്പൊ നിനക്കില്ല. ആയ കാലത്ത് നിങ്ങൾ വലിയ തറവാടികളൊക്കെ ആയിരിക്കും. ഇവിടത്തേക്ക് ഒരുപാട് സഹായങ്ങളും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ മനസ്സിൽ സൂക്ഷിച്ച് നിന്നെ ഇവിടുത്തെ മഹാറാണിയായി വാഴിക്കാൻ മാത്രം മന്ദബുദ്ധികളല്ല ഇവിടെ ഉള്ളവര്. ചെരുപ്പിന്റെ സ്ഥാനം അത് ഇന്നും ഇടുന്നവന്റെ കാലിൽ തന്നെ ആയിരിക്കും. അല്ലാതെ അതാരും തലയിൽ താങ്ങി നടക്കാറില്ല. അതിപ്പോ വജ്രം കൊണ്ട് തീർത്താണെങ്കിൽ പോലും. സൗദാമിനി തനിക്ക് മുമ്പിൽ നിന്ന് വായുപുത്തി കരയുന്നവൾ നോക്കി ചുണ്ടുകൂട്ടി പറഞ്ഞുകൊണ്ട് അവിടുന്ന് തിരിഞ്ഞടന്നു. അമ്മ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ നീ? ഇപ്പൊ നിന്നെ പൊതിഞ്ഞു കൊടുത്തു കിടക്കുന്ന കൈകൾ പോലും നിനക്ക് നഷ്ടാവുന്നു. അവന്റെ ആവശ്യങ്ങളെല്ലാം കഴിയുമ്പോൾ അവനായി തന്നെ നിന്നെ ഉപേക്ഷിച്ചോളുന്നു. അവർ തന്നെ ചുവന്ന് കലങ്ങിയ കണ്ണുകളോടെ നോക്കുന്നവളോടായി പറഞ്ഞു. അവൾ അതിന് നോവാറുന്നൊരു പുഞ്ചിരി മറുപടിയായി നൽകി. സാരില്ല, ഈ ജന്മം എനിക്ക് വിരിച്ച അതാണെങ്കിൽ സന്തോഷത്തോടെ ഞാനത് ഏറ്റുവാങ്ങും. അല്ലെങ്കിൽ ഒരു കാലം വരെ നാൽപ്പാട്ട് തറവാട്ട് ലക്ഷ്മണ ജിതേന്ദ്രന്റെ പട്ടമഹിഷിയായിട്ട് കഴിയാനുള്ള വ്യാമോഹം കൊണ്ടല്ല ഞാൻ ഈ പടി കടന്നു വന്ന്. പിന്നെ മാമി പറഞ്ഞ പോലെ നാൽപ്പാട്ട തമ്പുരാക്കന്മാരുടെ അവിധ കഥകൾ ഞാനൊരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ അതവരുടെ ഭാര്യമാർ തന്നെ ഇങ്ങനെ അഭിമാനത്തോടെ പറഞ്ഞെടുക്കാൻ മാത്രം ശ്രേഷ്ഠമാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയണേ. പിന്നെ ഒരു കുടുംബത്തിൽ 1-2 പേര് മാനസിക വൈകല്യമുള്ളവരാണെങ്കിൽ ആ കുടുംബത്തിൽ എല്ലാവരും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ മാമി. ആൾ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുള്ളികൾ അമർത്തി തുടച്ചുകൊണ്ട് തന്നെ ദഹിപ്പിച്ച് നോക്കി നിൽക്കുന്നവരോടായി പറഞ്ഞു.
എന്താടി നീ പറഞ്ഞ്? ആർ പറഞ്ഞുകൊണ്ട് അവൾ അടിക്കാനായി കൈ ഓങ്ങിയതും കാണുന്നത് അടുക്കള വാതിൽ കൈകെട്ടി നിൽക്കുന്നവനെയാണ്. നീലി ഇപ്പോൾ അടികിട്ടുമെന്ന് താനിൽ കണ്ണുകൾ ഇറുക്കി അടച്ചു നിന്നു. പ്രതീക്ഷ അടി കവിളിൽ കിട്ടാതായതും അവൾ കണ്ണു തുറന്ന് നോക്കി. മുന്നിൽ തന്നെ ദയിപ്പിച്ച് നോക്കിക്കൊണ്ട് ഇപ്പോഴും അടിക്കാൻ ഉയർത്തിയ കൈകൾ താഴ്ത്താതെ നിൽക്കുന്നവരെ അവൾ നെറ്റി വിളിച്ച് നോക്കി നിന്നു. അടുത്ത നിമിഷം അവർ ദേഷ്യത്തിൽ അവളെ തള്ളി മാറ്റിക്കൊണ്ട് അടുക്കളയുടെ പുറത്തേക്ക് പോയി. അവൾ കാര്യം മനസ്സിലാവാതെ അവർ പോകുന്ന നോക്കിക്കൊണ്ട് തലയരിച്ചതും കൈകൾ പിണച്ചേട്ടി തന്നെ നോക്കി അടുക്കള വാതിൽക്കൽ നിൽക്കുന്നവനെയാണ് കാണുന്നത്. അത് കണ്ടത് അവളൊന്നും പരിങ്ങി. അവരോട് പറഞ്ഞ വാക്കുകളോർത്തും അവളൊന്നും ഉമിനീരിറക്കിപ്പോയി. അവനവളെ കുറച്ചേരം നോക്കിയതിന് ശേഷം ഒന്നും മിണ്ടാതെ പിന്തിരിഞ്ഞടന്നു. അവന്റെ ദേവി, നീ കാത്തു. അവൻ പോയതും അവൾ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞുകൊണ്ട് ഭിത്തിയിലേക്ക് ചാരി നിന്നു. എങ്ങോട്ട് തിരിഞ്ഞാലും എല്ലാം എൻ്റെ നെഞ്ചിലേക്കാണോ ദേവി വരുന്നത്? എന്തൊക്കെയാ അവർ പറഞ്ഞ്? സ്വന്തം ഭർത്താവിനെയും കുടുംബക്കാരെയും പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞിറക്കി അവർക്ക് എങ്ങനെ സാധിക്കണം? അത് കേട്ടോണ്ട് നിന്നല്ലാതെ കമാന്നൊരു അക്ഷരം ലത്തമ്മയും പറഞ്ഞില്ല. എല്ലാം കേട്ട് മിണ്ടാണ് നിൽക്കാൻ അവർക്ക് എങ്ങനെ കഴിഞ്ഞു? നല്ല സ്ഥലത്തേക്കാണ് നീ വന്ന് പെട്ടിരിക്കണേ. ആകെ ഈ കൂട്ടത്തിൽ മാനസിക പരിഗണനയുള്ളത് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് മാത്രമാണ്. ചില സമയത്ത് നിർത്തി പൊരിച്ചെടുക്കുമെങ്കിലും പരിധി വിട്ട് ഇതുവരെ പെരുമാറിയിട്ടില്ല. അവൾ ഓർത്തുകൊണ്ട് അവിടെ ഒരു പാത്രത്തിൽ അടച്ചു വെച്ചിരുന്ന കുറുക്കും വെള്ളവും എടുത്ത് റൂം ലക്ഷ്യമാക്കി നടന്നു. വന്ന് ആ എണ്ണം കെട്ട പെണ്ണ് വരെ തിരിച്ചു പറയാൻ തുടങ്ങി. നന്ദി സ്വയം പറഞ്ഞുകൊണ്ട് അടഞ്ഞിരുന്ന മുറിയുടെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറിയവർ കാണുന്നത് ബെഡിൽ സുഖമായി ഉറങ്ങുന്ന തന്റെ ഭർത്താവിനെയാണ്. അത് കണ്ടവരൊന്ന് പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി. ഓ, രാത്രി സഞ്ചാരം കഴിഞ്ഞു വന്ന് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? രാത്രി മുഴുവൻ ഏതവിടെ കൂരയിലായിരുന്നോ എന്തോ. ആ ഒരു ദേഷ്യത്തോടെ മുറിമുറുത്തുകൊണ്ട് ഉറങ്ങിക്കിടന്ന ആൾക്കടുത്തേക്ക് നീങ്ങി. ഡോ, അവരയാളെ കുലുക്കി വിളിച്ചു. അയാളൊന്ന് ഇളകിക്കിടന്നല്ല എഴുന്നേറ്റില്ല. ഡോ, ആ ഒരു ശക്തിയിൽ അയാളെ കുലുക്കി വിളിച്ചു. അയാൾ ഈർഷ്യയോടെ തന്നെ കണ്ണു തുറന്നു. എന്താടി രാവിലത്തെ മനുഷ്യന് ഉറങ്ങാനും വിടില്ലേ നീ? അയാൾ ഉറക്കച്ചെലവോടെ വിക്കിക്കൊണ്ട് ചോദിച്ചു. അധ്വാനിച്ചു വന്ന് കിടക്കില്ലേ താൻ? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ഇങ്ങോട്ട് കയറി വന്ന കാലം തൊട്ട് തുടങ്ങിയ എന്റെ കഷ്ടകാലം. എന്താപ്പം നിനക്ക് വേണ്ട? എന്തിനാ നീ രാവിലെ തന്നെ എന്റെ ചെവി തിന്നത്? അയാൾ അവരോട് ചോദിച്ചുകൊണ്ട് ബെഡിൽ എഴുന്നേറ്റിരുന്നു. ഓ, നിങ്ങളുടെ ഈ വർത്താനം കേൾക്കുമ്പോൾ എനിക്ക് ചൊറിഞ്ഞു വരുന്നത്. അന്നേ ഞാൻ പറഞ്ഞ ഈ വിക്കനെ എനിക്ക് വേണ്ടാന്ന്. ചൊവ്വാദോഷത്തിന്റെ പേരും പറഞ്ഞ എല്ലാം കൂടെ തന്നെ എന്റെ തലയിൽ എന്ന് കെട്ടിവെച്ചോ അന്ന് എന്റെ കഷ്ടാരം തുടങ്ങി. ഇങ്ങനെ വിക്കി മൂടി നടക്കുന്നതിനൊക്കെ തലയിൽ ചുമന്നെടുക്കാനായിരിക്കും എന്റെ വിധി. നന്ദകി, അയാൾ അവരെ ദയനീയമായി വിളിച്ചു. ഓ, ഇത്ര നാളായിട്ട് തന്നെ കൂടി എന്റെ പേരെങ്കിലും വിൽക്കാതെ ഉരിയാടാൻ പറ്റുള്ളൂ. എന്നെ വിളിക്കുമ്പോൾ മാത്രമല്ലേ തനിക്ക് ഈ വിക്കലും മോളിലുള്ളൂ. തന്നെ മറ്റവളുടെ പേര് വിളിക്കുമ്പോൾ ഒരു വിക്കലും ഇല്ല, തപ്പിത്തടയിലും ഇല്ല. അവരയാളെ നോക്കി പറഞ്ഞു. നീ എന്തിനാ ഇപ്പം വേണ്ടാത്ത പറയുന്ന നന്ദകി? അയാൾ വീർപ്പുമുട്ടലോടെ പറഞ്ഞു. വേണ്ടാത്തതോ? എന്ന് മുതൽക്കാ ചന്ദ്രമംഗലത്തെ തേരി നാൽപ്പാട്ട് അനന്തൻ തമ്പുരാന് വേണ്ടാത്തവളായത്? അവർ പുച്ഛത്തോടെ ചുണ്ടുകൂട്ടിക്കൊണ്ട് അയാളോട് ചോദിച്ചു. നന്ദകി, അയാൾ അവരെ താക്കിയതോടെ വിളിച്ചു. അലറണ്ട, ഇപ്പൊ എന്താ തനിക്ക് വിൽക്കുന്നില്ലേ? അല്ലെങ്കിൽ അവളെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് വിൽക്കില്ലല്ലോ. അവള് ചത്തു പറഞ്ഞ് കാറിത്രയായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും അവളെ മാത്രം കണ്ടാൽ മതി. അവളെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി. എന്റെ കൂടെ കിടക്കുമ്പോൾ വരെ താൻ അവളയിലൂടെ ഓർക്കുന്നത്? അവരയാളെ നോക്കി അറപ്പോടെ ചോദിച്ചു. ആനന്ദന് ഇനിയൊന്നും കേൾക്കാനില്ലാത്ത പോലെ കണ്ണുകൾ ഇറുക്കി അടച്ചു. അയാളുടെ മുന്നിലേക്ക് തന്നോട് അത്രമേൽ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും സംസാരിച്ചിരുന്നവരുടെ മുഖം കടന്നു വന്നു. അവളുടെ ഓരോ ചെറിയ ചലനങ്ങളും ഭാവങ്ങളും വരെ അത്രയും ഇഷ്ടത്തോടെ നെഞ്ചിലേറ്റിയ 23 വയസ്സുകാരന്റെ മുഖം കടന്നു വന്നു. താൻ പറയുന്ന ഓരോ വാക്കുകളും ക്ഷമയോടെ കാതോർത്തിരിക്കുന്നവൾ. അവളോട് ക്ഷമ പെറ്റമ്മ പോലും തന്നോട് കാട്ടിയിട്ടില്ലെന്ന് അയാൾ വേദനയോട് ഓർത്തു. ഉള്ളിലെ നൊമ്പരക്കനലുരുകി കണ്ണീരായി മാറുന്ന അയാൾ അറിഞ്ഞു. ഓ, അപ്പോഴേക്ക് ഒഴുക്കി അങ്ങയുടെ പൂങ്കണ്ണീര്. ഇത്ര ദണ്ണം ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് അങ്ങ് ചത്ത ഒടുങ്ങിക്കൂടായിരുന്നോടോ? വെറുതെ എന്റെ ജീവിതം കോഞ്ഞാട്ടാക്കാൻ എന്തിനാ താനെന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? അവരയാളെ പുറകിലേക്ക് തള്ളിക്കൊണ്ട് ചോദിച്ചു. അയാളൊന്നും മിണ്ടിയില്ല. ആ, അത് ചെയ്യില്ലല്ലോ. അങ്ങനെ ചെയ്താൽ പിന്നെ ആ പേരും പറഞ്ഞ് കണ്ട പെണ്ണുങ്ങളുടെ കൂരി കയറി ഇറങ്ങിയെടുക്കാൻ പറ്റില്ല തനിക്ക്, അല്ലേ? പറയുമ്പോൾ തേരിയെ മാത്രമേ താൻ സ്നേഹിച്ചിട്ടുള്ളൂ. പക്ഷെ അവൾ ഒഴികെ ബാക്കി എല്ലാത്തിൻ്റെ കൂടെയും താൻ അന്തി ഉറങ്ങിയിട്ടുണ്ട്. അവളുടെ പേരും പറഞ്ഞിങ്ങനെ വ്യഭിചരിച്ച് നടക്കാൻ തനിക്ക് നാണുണ്ടോടോ? അവർ ചോദിച്ചിർത്തേയും അയാൾ അവരുടെ കവിളിൽ ആഞ്ഞടിച്ച് കഴിഞ്ഞിരുന്നു. അവർ കവിളിൽ പൊതിഞ്ഞു പിടിച്ചൊന്നുകൊണ്ട് അയാൾ നോക്കി. താനെന്നെ തല്ലിയല്ലേ? നാളെ നിങ്ങളെ പെണ്ണ് പിടിച്ച് നടക്കുന്ന പോരാ, തനിക്ക് എന്റെ നിനക്ക് കയ്യൊങ്ങി വേണം, അല്ലേടോ? അവരയാൾക്ക് നേരെ ആക്രോശിച്ചു. ഞാൻ അങ്ങനെ തന്നെ നടക്കടി. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. നിന്റെ കാര്യത്തിൽ തലയിടാൻ വന്നാലുണ്ടല്ലോ കൊന്നു കുഴിച്ചുമൂടും ഞാൻ. അയാൾ അവരെ നോക്കി അത്യധികം ക്രോധത്തോടെ പറഞ്ഞു. നീ ഇന്നും ജീവനോടെ ഇരിക്കുന്നത് നിന്റെ മോൻ കാരണ. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ എപ്പോഴേ കൊന്ന് തള്ളിയാനേ. അയാൾ അവരെ നോക്കി മുരണ്ടുകൊണ്ട് പറഞ്ഞു. അതെനിക്കറിയാടോ വിക്ക. എന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ കഴിയുന്നതേ എന്നാണെങ്കിൽ തന്നെ ചിത കത്തിയാൻ പറ്റുന്ന കാഴ്ച എനിക്ക് കൺകുളിർക്ക കാണാനാ. ആ ഒരു ഉന്മാതിയെ പോലെ അയാളെ നോക്കി പറഞ്ഞു. നിങ്ങൾക്ക് ഈ ലോകത്ത് നിങ്ങളോടല്ല മറ്റൊരാളുടെ ഒരു സ്നേഹമില്ല, ആ ചത്തുപോയവളോട് പോലും. താൻ ഈ ലോകത്ത് ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ മാത്രം.
തന്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി താൻ എന്തും ചെയ്യും. അതിന്റെ പേരിൽ ആര് ചത്താലും ആരെ കൊന്നെന്ന് പറഞ്ഞാൽ തനിക്കൊരു ചുക്കൂല. അത്രയ്ക്കും വൃത്തിയിട്ട മനസ്സിന് ഉടമയാ താൻ. ഇതിനെല്ലാം താൻ ഒരു ദിവസം കണക്ക് പറയേണ്ടി വരും. അന്ന് നിങ്ങളുടെ തന്ത ശിവശങ്കരൻ തമ്പിക്ക് പോലും തന്നെ രക്ഷിക്കാൻ കഴിയില്ല. ഈ നന്ദകിയാ പറയുന്നത്. അവർ ക്രോധം കത്തുന്ന കണ്ണുകളാൽ അയാളെ നോക്കി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. അത് കാണെ അയാൾ തളർന്ന മനസ്സോടെ കട്ടിലേക്ക് ഇരുന്നു. തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.